ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. മക്കളെ, നമ്മുടെ SSLC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 6 മാർക്കിന് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച് അല്ലേ. കഴിഞ്ഞ മോഡൽ എക്സാമിന് അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ മോഡൽ എക്സാമിന് നമ്മുടെ നീലകണ്ഠൻ ഉണ്ടല്ലോ, കാസ്റ്റവേയിലെ, അതാണ് നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഏതെങ്കിലും ഒരു ക്യാരക്ടർ സ്കെച്ച്, ചിലപ്പോൾ കാസ്റ്റവേയിലെ നമ്മുടെ കിരൺ തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കഥാപാത്രം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാപ്റ്ററിലെ ഒരു കഥാപാത്രത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഏത് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതും അതേപോലെ തന്നെ 6 മാർക്ക് ഫുൾ ആയിട്ട് കിട്ടാവുന്നതുമായിട്ടുള്ള ഒരു ഉഡായിപ്പ് ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നന്നായിട്ട് പഠിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് ചിലപ്പം എല്ലാ കഥാപാത്രങ്ങളുടെയും ഏകദേശം ഒരു 12ഓളം കഥാപാത്രങ്ങളുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിൽ ഏത് വരുന്ന നമുക്ക് ഉറപ്പിച്ചങ്ങോട്ട് പ്രവചിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, ഇപ്പം മോഡൽ എക്സാമിന് തന്നെ നമ്മൾ കുറേ കഥാപാത്രങ്ങളൊക്കെ പ്രവചിച്ചിരുന്നു, അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ വേറെ പലതും പ്രവചിച്ചൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കഥാപാത്രങ്ങളെ പ്രവചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ 12 പഠിക്കാൻ ചിലപ്പം കഴിഞ്ഞേക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6 മാർക്കിന്റെ കഥാപാത്ര നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുറം മൊത്തം വേണം. അപ്പോൾ ഈ 12 പുറം മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 ക്യാരക്ടർ സ്കെച്ച് പഠിക്കാൻ കഴിയുള്ളൂ. അതൊക്കെ ഇംഗ്ലീഷിൽ അങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ, സാധാരണ കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഉഡായിപ്പുകളൊക്കെ ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉഡായിപ്പിൽ വിശ്വാസമുള്ള, അതേപോലെ തന്നെ എന്തായാലും ഇനി ഇങ്ങോട്ട് പഠിച്ചാൽ ഇനി വളരെ കുറച്ച് ദിവസമേ SSLC പരീക്ഷയ്ക്കുള്ളൂ. ഇനി അങ്ങോട്ടേക്ക് എനിക്ക് എന്തായാലും ഈ 12 ക്യാരക്ടർ സ്കെച്ച് ഒന്നും പഠിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള മക്കൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കണ്ടോ, ഇതുപോലെ ചെയ്തോ, എന്തായാലും മാർക്ക് കിട്ടും. നേരത്തെ നമ്മൾ 5 പോയത്തിൻ്റെയും അപ്രീസിയേഷനും ഇതുപോലെ ഉഡായിപ്പായിട്ട് ചെയ്തിരുന്നു. അത് കണ്ട കുട്ടികൾക്കറിയാം. എന്തായാലും മിക്ക ഉറപ്പ് തരികയാണ്, ആ അപ്രീസിയേഷൻ 5 അപ്രീസിയേഷൻ്റെയും ഉഡായിപ്പ് ഫോർമാറ്റുകൾ പഠിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തൊക്കെ ഉഡായിപ്പിലൂടെ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ഫുൾ റിസൾട്ട് തന്നെ കിട്ടും, നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ ചില കുട്ടികൾക്കുള്ള ടെൻഷൻ എന്താ, കുട്ടികൾ എന്ത് വിചാരിച്ചാൽ നമ്മുടെ നോട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരെ സ്കൂളിലെ ടീച്ചർമാരുടെ അടുത്ത് കൊണ്ടേ കൊടുക്കും. അപ്പോൾ സ്കൂളിലെ ടീച്ചർമാർ പറയും ഇതിനൊന്നും മാർക്ക് കിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേ ടീച്ചർമാർ തന്നെ പല ടീച്ചർമാരുമായിരിക്കും ചിലപ്പോൾ SSLC വാല്യുവേറ്റ് ഒക്കെ ചെയ്യുക. അപ്പം ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയാം മക്കളെ, നമ്മൾ ഈ ഒരു ഉഡായിപ്പിലൂടെ കൊടുക്കുന്ന നോട്ട് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉണ്ട് ഷോർട്ട് നോട്ടുകളാണ്. അതായത് ഒരു മാർക്ക് കിട്ടാൻ ആവശ്യമായിട്ടുള്ള എല്ലാം പോയിന്റുകളും അതിലുണ്ട്. പക്ഷെ നമ്മൾ വളരെ സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആവറേജ് ഉള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കിലൂടെ വളരെ ഷോർട്ടായിട്ടാണ് ഈ നോട്ടുകൾ കൊടുക്കുന്നത്. അപ്പോൾ സ്കൂൾ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നോട്ടുകൾ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവരുടെ സ്കൂളിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അവരെന്താ പറയുക, വലിയ നോട്ടുകൾ ഞങ്ങൾ തരുന്ന രീതിയിലുള്ള വലിയ നോട്ടുകൾ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ എന്ന് പറയും. അത് അവരുടെ ഒരു സിൻസിയറിറ്റി, അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. അവർക്ക് അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി മറ്റൊരു വസ്തുത എന്താണെന്ന് വിചാരിച്ചാൽ, ചിലപ്പോൾ ഇത്തരം ഉഡായിപ്പ് നോട്ടുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചില ടീച്ചർമാർ നമ്മുടെ മോഡൽ എക്സാമിനായാലും ഹാഫ് ഇയർലി എക്സാമിനായാലും മാർക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഒരുപാട് കുട്ടികൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള നമ്മുടെ ഉഡായിപ്പുകളൊക്കെ പരീക്ഷിച്ചിട്ട് ഹാഫ് ഇയർലി എക്സാമിനും അതേപോലെ തന്നെ മോഡൽ എക്സാമിനൊക്കെ ഫുൾ മാർക്ക് കിട്ടിയതും A+ കിട്ടിയതുമായിട്ടുള്ള കുറേ കുട്ടികൾ നമുക്ക് വാട്സപ്പിലൂടെയും യൂട്യൂബിലും നിങ്ങൾക്ക് പല നമ്മുടെ വീഡിയോൻ്റെ അടിയിലും കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ കാണാം. ഒരു പക്ഷേ ഈ വീഡിയോൻ്റെ അടിയിലും അത്തരത്തിലുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ചില ടീച്ചർമാർ, സ്കൂളിലെ ടീച്ചർമാർ, അത്യാവശ്യം വിവേകമുള്ള സെൻസിബിൾ ആയിട്ടുള്ള ടീച്ചർമാർ ഇത്തരത്തിലുള്ള വീഡിയോ നമ്മുടെ നോട്ടുകൾക്ക് ഇപ്പോഴേ മാർക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ചില ടീച്ചർമാർ മാർക്കിട്ട് കൊടുക്കാറില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു ചെറിയ ഈഗോയാണ്. അത് വേറെ ഒന്നുമല്ല. സംഭവം എന്താ വിചാരിച്ചാൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടീച്ചർ നമ്മൾ ഉഡായിപ്പിലൂടെ കാണിച്ച് അതിൻ്റെ ഫോർമാറ്റുകളൊക്കെ എഴുതിയിട്ട് അതിൽ നമ്മൾ പറഞ്ഞ പോലെ ചില ടെക്നിക്കുകളൊക്കെ കാണിച്ച് ആ ടീച്ചർ നിങ്ങൾക്ക് മാർക്കിട്ട് തന്നെന്ന് വിചാരിച്ചോ, ആ ടീച്ചറെ കുറിച്ച് നിങ്ങളുടെ തന്നെ ഇംപ്രഷൻ എന്തായിരിക്കും? ഞാൻ കുറച്ച് ഉഡായിപ്പൊക്കെ കാണിച്ചിങ്ങാണ്ട് കുറച്ച് തരികിടൊക്കെ കാണിച്ചപ്പോൾ ആ ടീച്ചർ എനിക്ക് മാർക്ക് ഇട്ടുന്നു, ആ ടീച്ചർ മൊയെന്ന് പറയും അല്ലേ. ആ ടീച്ചർ വായിച്ചു നോക്കിയില്ല, ആ ടീച്ചർ മൊയെന്ന് പറയും. അത് ആ ടീച്ചറുടെ സെൻസിറ്റിവിറ്റി, ക്രെഡിബിലിറ്റിയെ ബാധിക്കൂലേ. അതുകൊണ്ട് തന്നെയാണ് സ്കൂളിലെ ടീച്ചർമാർ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരാത്തത്. ഓക്കെ, പക്ഷേ ഇതേ ടീച്ചർമാർ പബ്ലിക് എക്സാമിന് ചെല്ലുമ്പോൾ എന്തായാലും മാർക്ക് ഇട്ടിരും. കാരണം അവിടെ ഏത് ടീച്ചറാണ് നിങ്ങളുടെ പേപ്പർ നോക്കിയെന്നൊന്നും ആർക്കും അറിയാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാ ടീച്ചർമാരും ഇതിന് വാല്യൂറ്റ് ചെയ്തിരും. SSLCൻ്റെ വാല്യൂഷൻ ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു ഹാഫ് ഇയർലിൻ്റെയും അതേപോലെ തന്നെ മോഡൽ എക്സാമിൻ്റെയും വാല്യൂഷൻ പോലെയല്ല. അതെപ്പോഴും മനസ്സിലാക്കുക. കുറച്ചുകൂടി ലിബറലായിട്ടും അതേപോലെ തന്നെ ഏകദേശം ഉത്തരം അടുത്തുകൂടി പോയാൽ തന്നെ മാർക്ക് കൊടുക്കുന്ന രീതിയിലായിരിക്കും SSLCയുടെ വാല്യൂഷൻ. അതുകൊണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ ഈ ആവറേജ് ഉള്ള കുട്ടികൾക്ക് A+ നേടാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മറക്കാതിരിക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എപ്പോഴും എല്ലാത്തിനും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു വിശ്വാസമാണ് വേണ്ടത്. വിശ്വാസത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കുക ചെയ്യും, പേടിക്കൊന്നും വേണ്ട. ഇനി അതെല്ലാം നമ്മളെ ഒട്ടും വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുങ്ങാണ്ട് മൊത്തം പഠിച്ചോളൂ. നിങ്ങൾ വേണമെങ്കിൽ 2 പേജുള്ള എന്താ പറയുക സമ്മറികൾ പഠിച്ചോളൂ. അതേപോലെ തന്നെ 1 പേജ് മൊത്തമായിട്ടുള്ള അപ്രീസിയേഷൻ പഠിച്ചോളൂ. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള 10-12 ആളുകളുടെ എന്ത് പഠിച്ചോളൂ, ക്യാരക്ടർ സ്കെച്ച് പഠിച്ചോളൂ. ഒരു 50ഓളം ഡയറികളുണ്ട്, അത് മൊത്തം പഠിച്ചോളൂ. അതൊക്കെ നിങ്ങളുടെ കഴിവ്. എന്തായാലും അത്രയൊന്നും പഠിക്കാൻ കഴിവില്ലാത്ത സാധാരണക്കാരായ മക്കളെ എങ്ങനെ A+ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഗവേഷണം നടത്തുന്നത്. ഇത്രയും കാലമായിട്ട് അതിലൊക്കെ സക്സസ് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോകൾ കൃത്യമായി
സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് എല്ലാ വർഷവും A+ കിട്ടാറുണ്ട്. അതിൻ്റെ അംഗീകാരമാണ് നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ വളർച്ച കാണുന്നത്. അല്ലാതെ വെറുതെ ഒന്നും ഈ ചാനലിലേക്ക് ആരും വരില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ നമുക്ക് തുടങ്ങാം. നമ്മളിന്ന് ക്യാരക്ടർ സ്കെച്ചാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഒരു ഉഡായിപ്പ് ഫോർമാറ്റ് ഇത് നമ്മൾ നേരത്തെ ചെയ്താണ്. ആ ഉഡായിപ്പ് ഫോർമാറ്റ് ഞാനിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ പറയുന്ന ഈ ഉഡായിപ്പ് ഫോർമാറ്റ് മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് 4 മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ അതിലേക്ക് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക്, അതായത് 6 മാർക്കും കംപ്ലീറ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്നാണ് ഇന്നൊക്കെ പറഞ്ഞു തരാൻ പോണത്. സംഭവം വേറെ ഒന്നല്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആരുടെ ക്യാരക്ടർ സ്കെച്ചാണോ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അവരുടെ ഒരു പേര് തന്നെ ടൈറ്റിലായി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വാങ്കയുടെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് നിങ്ങളോട് ചോദിച്ചതെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ടൈറ്റിലായിട്ട് വാങ്ക എന്ന് കൊടുക്കുക. ഇനി അതല്ല കിരണിൻ്റെതാണെങ്കിൽ കിരൺ എന്ന് കൊടുക്കുക. അപ്പോൾ ആരുടെ ക്യാരക്ടർ സ്കെച്ചാണോ അവരുടെ പേരാണ് നിങ്ങൾ ടൈറ്റിലായിട്ട് കൊടുക്കേണ്ടത്. വേറെ ഏതെങ്കിലും ടൈറ്റിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക. തൽക്കാലം നിങ്ങൾ ഇത് മതി, നിങ്ങൾക്ക് ഒരു 1/2 മാർക്കല്ലേ, ഇതിന് തന്നെ കിട്ടും. പിന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ വീണ്ടും നെയിം എന്ന് കൊടുത്ത കണ്ടില്ലേ, ആ നെയിം എന്ന് കൊടുത്ത സ്ഥലത്ത് വീണ്ടും നിങ്ങൾ അതേ ക്യാരക്ടറിന്റെ പേരെന്ന് എഴുതുക. അപ്പം വാങ്ക എന്ന് തന്നെ എഴുതി. വാങ്ക ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി. അപ്പം ഷോർട്ട് സ്റ്റോറിയാണ് ഷോർട്ട് സ്റ്റോറി എന്ന് എഴുതുക. പിന്നെ നമുക്ക് ചിലത് നാടകങ്ങളുണ്ട്, അപ്പോൾ അതിന് പ്ലേ എന്ന് കൊടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നെവർ നെവർ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നാടകം അറിയാമല്ലോ, അതിലൊക്കെ നാടകം അല്ലെങ്കിൽ പ്ലേ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്, നെവർ നെവർ നെസ്റ്റിലെ നമ്മുടെ ഓണ്ടിജൈൻ്റെ കഥാപാത്ര നിരൂപണമാണ് നമുക്ക് തന്നെങ്കിൽ ഓണ്ടിജൈൻ ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് ഓണ്ടിജൈൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ദ പ്ലേ എന്ന് എഴുതണം. എന്നിട്ട് റിട്ടൺ ബൈ അതിൻ്റെ എഴുതിയ ആളുടെ പേര്, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ വാങ്കയുടെ ഒരു ഉദാഹരണം വെച്ചിട്ട് പറഞ്ഞുതരാം. വാങ്ക ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി എന്താണ് റിട്ടൺ ബൈ ആന്റൺ ചെക്കോവ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ദ റഷ്യൻ റൈറ്റർ ആന്റൺ ചെക്കോവ് എന്ന് കൂടി വേണം കൊടുക്കുക. ഈ നാഷണാലിറ്റി കൂടി വെച്ചാൽ അത്രയും നല്ലതാണ്. ഓക്കെ, ഇനി അപ്പോൾ എന്തായാലും എഴുത്തുകാരനെ മെൻഷൻ ചെയ്യണമെന്ന് ശ്രദ്ധിക്കേണ്ട. പിന്നെ കഥയുടെ പേരും. ഇനി അതിനുശേഷം നമ്മൾ ആണാണെങ്കിൽ ഹി വെച്ച് തുടങ്ങുക, പെണ്ണാണെങ്കിൽ ഷീ വെച്ച് തുടങ്ങുക. വാങ്ക ആണായതുകൊണ്ട് ഞാനിങ്ങനെ പറയാം, ഹി ഈസ് വെരി സെൻസിറ്റീവ് ബട്ട് സ്ട്രോങ് ക്യാരക്ടർ. അവൻ വളരെ, അല്ലെങ്കിൽ ആ വാങ്ക എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ സെൻസിറ്റീവ് ആണ്, അതേപോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ ദ റൈറ്റർ പോർട്രേസ് ഹിം, ആണാണെങ്കിൽ ഹിം എന്ന് കൊടുക്കുക, പെണ്ണാണെങ്കിൽ ഹെർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഓണ്ടിജൈനൊക്കെയാണ് ഹെർ എന്ന് കൊടുക്കണം. പോർട്രേറ്റ്സ് ഹിം ആസ് എ കീ പേഴ്സൺ ഹു ക്യാൻ ചേഞ്ച് ദ എൻറ്റയർ പ്ലോട്ട് ഓഫ് ദ സ്റ്റോറി. നമ്മുടെ കഥയുടെ മൊത്തം പ്ലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്രയും കെൽപ്പുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഈ കഥാപാത്രത്തെ നമ്മുടെ എഴുത്തുകാരൻ വർണ്ണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഏത് കഥാപാത്ര നിരൂപണത്തിലും കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നമ്മുടെ ഉഡായിപ്പ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഒരു കഥാപാത്ര നിരൂപണത്തിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈറ്റിൽസ് അല്ലെങ്കിൽ സെന്റൻസുകളാണ് നമ്മൾ ഇങ്ങനെയൊക്കെ തരുന്നത്. ഈ സെന്റൻസുകളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങളുടെ എക്സാമിനർ ഫ്ലാറ്റ് ആയി പോകും. എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാക്സിമം മാർക്ക് ഇതിൽ തന്നെ കിട്ടും. നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ തന്നെ ഇവിടെ കിട്ടും. ഓക്കെ, ദെൻ അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, നമ്മുടെ കഥയുടെ തുടക്കത്തിൽ തന്നെ വി ക്യാൻ ഓൺലി കൺസിഡർ ഹിം ആസ് എൻ ഓർഡിനറി പേഴ്സൺ. നമുക്ക് അദ്ദേഹത്തെ ഒരു സാധാരണ പേഴ്സൺ ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ആസ് ദ സ്റ്റോറി പ്രോഗ്രസ്, പക്ഷെ നമ്മുടെ കഥ ഇങ്ങനെ തുടർന്ന് പോകുന്നതിനനുസരിച്ച് ഹി ആണാണെങ്കിൽ ഹി കൊടുക്കുക, പെണ്ണാണ് ഷീ കൊടുക്കുക. ദെൻ ടേൺസ് ഇൻ ടു എ പവർഫുൾ ക്യാരക്ടർ, ഒരു ശക്തമായ കഥാപാത്രമായി മാറുന്നു. അത് മിക്ക കഥയിലും അങ്ങനെയാണ്. തുടക്കത്തിൽ ഒരു കഥാപാത്രം സാധാരണ രീതിയിൽ വരിക ചെയ്യുക, പിന്നെ ഒരു മാസമായിട്ട് ഇങ്ങനെ മാറുക ചെയ്യുക അല്ലേ. ദെൻ the proverb man proposes God disposes is very apt in the case of his or her life. അതായത് നമ്മുടെ ഈ കഥാപാത്രത്തിൻ്റെ ഒരു ജീവിതത്തിനെ ഒരു കമ്പാരിസൺ, ഒരു പ്രോവർബ്, ഒരു എന്ത് ചെയ്യാണ് പഴഞ്ചൊല്ലുമായിട്ട് കമ്പയർ ചെയ്തതാണ്. അതായത് man proposes God disposes. നമ്മൾ നേരത്തെ ഡയറിയുടെ കാര്യത്തിലും അതേപോലെ സ്പീച്ച് എഴുതിയ ഉടായിപ്പ് സ്പീച്ച് എഴുതിയപ്പോഴൊക്കെ ഈ പ്രോവർബ് എഴുതിയിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോവർബാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മൾക്ക് ഓരോന്ന് നിശ്ചയിക്കും, പക്ഷേ ദൈവം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് തരിക അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ഈ ഒരു പ്രോവർബ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇവിടെ നമുക്കറിയാം ഏത് കഥാപാത്രം എടുത്ത് നോക്കിക്കോ, വാങ്ക ആഗ്രഹിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതമാണ്, പക്ഷെ അവന് കിട്ടുന്നത് വളരെ ദുരന്തപൂർണ്ണമായ ഒരു ജീവിതമാണ് അലിയാക്കിൻ്റെ കയ്യിൽ അല്ലേ. അതേപോലെ തന്നെ ഇപ്പം ഓണ്ടിജൈൻ ആണെങ്കിലും ഓണ്ടിജൈന് തൻ്റെ മരുമക്കളെ കുറിച്ച്, അതായത് നമ്മുടെ ജാക്കിനെയും ജില്ലിനെയും കുറിച്ച് വളരെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. പക്ഷെ അവിടെ വന്നപ്പോൾ കാണുന്നത് ഇൻസ്റ്റാൾമെന്റിന് അടിമപ്പെട്ട് ജീവിക്കുന്ന തൻ്റെ മക്കളെയാണ് അല്ലേ. അപ്പം അവരും വിചാരിച്ചതല്ല അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ജോണിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, ജോൺ ഒന്ന് വിചാരിക്കുന്നു, പക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവൻ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ഏത് ഹോമിയോപ്പത് ആണെങ്കിൽ ഹോമിയോപ്പത് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ അയാൾ വിചാരിച്ചൊന്നും അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഏത് കഥാപാത്രം എടുത്താലും വിചാരിക്കുന്നതല്ല അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോവർബ് ഏത് ക്യാരക്ടറിനും സ്യൂട്ടബിൾ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ ഓരോ സെന്റൻസുകൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ടീച്ചർമാർ എന്തെങ്കിലും അസുഖമാണ് പറയുന്നുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ വെറുതെ അതിന് ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട, ധൈര്യമായിട്ട് എഴുതിക്കൊണ്ടിട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ സം പോയിന്റ്സ് അബൌട്ട് ദ ക്യാരക്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പാരഗ്രാഫും തിരിക്കേണ്ട, ക്യാരക്ടർ സ്കെച്ച് പാരഗ്രാഫും തിരിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഏകദേശം ഒരു 1/4 പേജ് ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് പാരഗ്രാഫ് തിരിക്കണം നിർബന്ധമാണെങ്കിൽ ഇനി പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് പാരഗ്രാഫ് ആയിട്ടും എഴുതാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച്, അതായത് നമുക്ക് പഠിക്കാനുള്ള 11ഓളം ക്യാരക്ടേഴ്സിൻ്റെ നീലകണ്ഠനെ ഞാൻ അതിൽ കൊടുത്തിട്ടില്ല. മോഡൽ എക്സാമിന് വന്നുകൊണ്ട് ഇനി വരില്ല എന്ന് പ്രതീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ട് മോഡൽ എക്സാമിന് വന്നതിൽ ഒരു ക്വസ്റ്റ്യനും ഇനി വരില്ല എന്നല്ലട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളങ്ങനെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അതൊഴികെ ബാക്കി വരാൻ സാധ്യതയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ
ക്ഷമയോടെ കാണുക. വളരെ കുറച്ച് പോയിന്റ്സുകൾ ഓരോ കഥാപാത്രത്തിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് ഒരു ബിലോ എവറേജ് കുട്ടിയുടെ ഭാഷയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഉദാഹരണമായിട്ട് ആദ്യം ഈ നമ്മുടെ ബോയ് ഉണ്ടല്ലോ, റസ്കിൻ ബോണ്ടിൻ്റെ ഏത് അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിലെ ആ ഒരു കുട്ടി ഉണ്ടല്ലോ, പ്രകൃതിയെ സ്നേഹിക്കുന്ന അണ്ണാറക്കണ്ണനുമായി ചങ്ങാത്തം കൂടുന്ന ആ കുട്ടിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചെങ്കിൽ അതെങ്ങനെ ഇവിടെ എഴുതാന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നോക്കൂ, ഹി ഈസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. കാരണം നമ്മളിവിടെ ബോയിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദ ബോയ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട് എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അതിനുശേഷം ഈ പാരഗ്രാഫ് മുഴുവൻ എഴുതിയതിനു ശേഷം അതിൻ്റെ കൂടെ തന്നെ എഴുതിയാൽ മതി എന്താണ്, ഹി ഈസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. അദ്ദേഹം ഒരു തികഞ്ഞ പ്രകൃതി സ്നേഹിയാണ്. ഹു ഓൾവേസ് ലൈക്ക് ടു സ്പെൻഡ് ഹിസ് ലെഷർ ടൈം ഓൺ ബനിയൻ ട്രീ. അവൻ എപ്പോഴും തൻ്റെ ലെഷർ ടൈം എന്ന് പറഞ്ഞാൽ വിശ്രമവേള ബനിയൻ ട്രീൻ്റെ മുകളിലാണ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാറുള്ളത്. ദെൻ ഹി ലവ്സ് ദ കമ്പനി ഓഫ് സ്ക്യൂറൽസ് ആൻഡ് ബേർഡ്സ്. അവൻ എപ്പോഴും ഈ പക്ഷികളുടെയും അതേപോലെ തന്നെ അണ്ണാറക്കണ്ണന്മാരുടെയും ഒക്കെ ചങ്ങാത്തം ആഗ്രഹിക്കുന്നവനാണ്. ദെൻ ഹി ഈസ് ഓൾസോ എ ഗുഡ് റീഡർ. നല്ലൊരു വായനക്കാരനും കൂടിയാണ് അവൻ. ഹി സ്പെൻഡ്സ് ഹിസ് ആഫ്റ്റർനൂൺസ് ഓൺ ദ ബനിയൻ ട്രീ ബൈ റീഡിങ് എ വെറൈറ്റി ഓഫ് ബുക്സ്. അവൻ എപ്പോഴും അവൻ്റെ ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങൾ പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ആൽമരത്തിൽ ചിലവഴിക്കാറുണ്ട്. ഹി ഈസ് ഓൾസോ എ പെറ്റ് ലവർ. ഒരു വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്നവനും കൂടിയാണ് അവൻ. ഹി മേക്സ് എ വൈറ്റ് റൈറ്റ് ആസ് ഹിസ് പെറ്റ് വിച്ച് ഹിസ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ബോട്ട് ഫ്രം ബസാർ. അവൻ്റെ മുത്തശ്ശൻ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു വൈറ്റ് റൈറ്റിനെ അവൻ പെറ്റാക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അവൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ ഒരിക്കലും കഥ എഴുതി വെക്കരുത് കേട്ടോ. കഥ എഴുതി വെക്കാൻ നറേഷൻ അല്ലെങ്കിൽ റൈറ്റപ്പ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പാരഗ്രാഫുകൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിനെ കുറിച്ച് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ബോയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ അവിടെ പാമ്പും അതേപോലെ തന്നെ കീരിയും തല്ലുകൂടിയ കാര്യമൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചില ക്യാരക്ടർ സ്കെച്ചുകളൊക്കെ ഞാൻ നോക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതൊക്കെ ചില ഗൈഡുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ശുദ്ധ മണ്ടത്തിലാണ്. അങ്ങനെയല്ല ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരു PG ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ക്യാരക്ടർ സ്കെച്ചൊക്കെ തയ്യാറാക്കുന്നതിന് മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിലാണ് നമ്മൾ ഓരോന്ന് തയ്യാറാക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ കറക്റ്റ്. അപ്പോൾ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇതിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആകെ 6 മാർക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാടൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇത്ര എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 6 മാർക്കിനുള്ളതായി. എന്നിട്ട് അവസാനം നിങ്ങളൊരു സെൻറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തെ സെൻറ്റൻസ് ആയിട്ട് എല്ലാ ക്യാരക്ടർ സ്കെച്ചിൽ എന്ത് ചെയ്താൽ ഇൻ ഷോർട്ട് ചുരുക്കത്തിൽ ഹി ഈസ് എ ജെന്യൂൻ പേഴ്സണാലിറ്റി വിത്ത് എവറി സോർട്സ് ഓഫ് ഹ്യൂമൻ ക്വാളിറ്റീസ്. എല്ലാ തരത്തിലുള്ള മനുഷ്യൻ്റെ ഗുണങ്ങളോടും കൂടിയ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജെന്യൂൻ പേഴ്സണാലിറ്റി, ഒരു യഥാർത്ഥ പേഴ്സണാലിറ്റി വ്യക്തിത്വമാണ് നമ്മുടെ ഈ ക്യാരക്ടർ കഥാപാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 3/4 പേജ് അല്ലെങ്കിൽ 1/2 പേജിൻ്റെ മുകളിൽ ഉണ്ടാവും. അപ്പോൾ അത്ര എഴുതി കഴിഞ്ഞാൽ മക്കളെ 6 മാർക്ക് കിട്ടും. ഇനി ഇതേപോലെ ഇപ്പോൾ ഏതാണ്ട് പാറ്റേൺ മനസ്സിലായല്ലോ. നിങ്ങൾ ഈ ഫോർമാറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, കാണാതെ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഇതിൽ ഓരോ കഥാപാത്രത്തിൻ്റെയും ഈ പോയിന്റുകളും പഠിക്കുക. ഇത് ഞാൻ ഓരോന്നിൻ്റെ അർത്ഥങ്ങൾ ഞാനൊന്ന് വായിച്ചു തരാം. പിന്നെ ഇതിൻ്റെ നോട്ട് നിങ്ങൾ പേടിക്കേണ്ട, സ്ക്രീൻഷോട്ട് ഒന്നും എടുത്തേക്കേണ്ട. ഞാനിങ്ങനെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചില കുട്ടികൾ പറയുന്നുണ്ട്. പേടിക്കേണ്ട. നമ്മൾ നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹിസ്റ്ററിയുടെ ഒരു PDF ചെയ്തിരുന്നു. ആ PDF മൊത്തം നമ്മൾ എന്നോട് ചോദിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് എന്നോട് വാട്സപ്പ് ചെയ്യാം. ടൈം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജുകളൊക്കെ നോക്കാറുണ്ട്. ഞാൻ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. അപ്പം അവർക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും നമ്മൾ റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് വാട്സപ്പ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചതായതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇത് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ചുണ്ട് പൊട്ടിയതുകൊണ്ട് ഫുള്ള് മുറിയാണ്, കഷ്ടപ്പെട്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ചില വാക്കുകളൊന്നും പുറത്തേക്ക് വരില്ല കേട്ടോ. ഇയാളെന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ എന്തായാലും അതിനകത്ത് എന്തുണ്ടാവും ഇനിയിപ്പോൾ പറയ്ക്ക് വയ്യ. അതുകൊണ്ടാണ് അതിനകത്ത് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊന്ന് കോപ്പി ചെയ്തിട്ട് പഠിക്കാം. മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ച് A+ വാങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഓരോ നോട്ട് ഉണ്ടാക്കാൻ ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ റിസൾട്ട് വരണമെങ്കിൽ മക്കളെല്ലാവരും A+ മേടിച്ചിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടും അതേപോലെ തന്നെ വാട്സപ്പിലൊക്കെ വന്നിട്ട് ഇക്ക പറഞ്ഞ പോലെ ചെയ്തിട്ട് A+ കിട്ടി എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഹാപ്പി. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ തുടങ്ങാം. അപ്പോൾ നമ്മുടെ റസ്കിൻ ബോണ്ടിൻ്റെ ദ ബോയ് എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കഥാപാത്രം എടുക്കാം, ഗ്രാൻഡ് ഫാദർ. അതായത് നമ്മുടെ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിൽ തന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ചില വാക്കുകളാണ്. നേരത്തെ പറഞ്ഞ പാരഗ്രാഫുകൾ കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, എന്താ പറഞ്ഞത്, ഹി ഈസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ ഹു ഓൾവേസ് ലൈക്ക് ടു സ്പെൻഡ് ഹിസ് ലെഷർ ടൈം ഇൻ ഹിസ് ഇംഗ്ലീഷ് ഗാർഡൻ. നേരത്തെ പറഞ്ഞ ബോയിൻ്റെ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസമുണ്ട്. എപ്പോഴും തൻ്റെ ഇംഗ്ലീഷ് ഗാർഡനിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു തികഞ്ഞ പ്രകൃതി സ്നേഹി തന്നെയാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ. ഹി ഈസ് 65 years old. ഏകദേശം 65 വയസ്സ് പ്രായമുള്ള ആളാണ്. ദോ ദ ഹോൾ ഹൗസ് ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ് ആർ അണ്ടർ ഹിസ് ഡൊമൈൻ. ഹി കുഡിൻ ക്ലൈംബ് ബട്ട് ദ ബനിയൻ ട്രീ ബിക്കോസ് ഹി ഈസ് ടു ഓൾഡ് ആൻഡ് വീക്ക്. അപ്പം അദ്ദേഹത്തിന് 65 വയസ്സായല്ലോ. അതുകൊണ്ട് ആൾ ഭയങ്കര ഓൾഡ് വൃദ്ധനാണ്. അതേപോലെ തന്നെ ആൾ വീക്കാണ്. അതുകൊണ്ട് തന്നെ ആ വീടും അതിൻ്റെ പരിസരം ഒക്കെ അയാളുടെ നിയന്ത്രണത്തിൽ, അയാളുടെ ഡൊമൈനിലാണെങ്കിലും അയാൾക്ക് ആൽമരത്തിന് മുകളിലേക്ക് മാത്രം കയറാൻ പറ്റാറില്ല.
ദെൻ ഹി ഈസ് എ സെൻസിബിൾ പേഴ്സൺ, അത്യാവശ്യം വിവരമുള്ള അറിവും ബോധമൊക്കെയുള്ള ഒരാളാണ്. ദെൻ ഹി ഡസൻ ട്രൈ ടു ടൈം ദ മംഗൂസ് ബിക്കോസ് ഹി നോസ് ദാറ്റ് ദ വൈൽഡ് മംഗൂസ് ക്യാൻ കീപ് ദ സ്നേക്സ് അവേ. അപ്പോൾ ഈ കാട്ടിൽ വളരുന്ന കീരികൾ എപ്പോഴും പാമ്പുകളെ അകറ്റി നിർത്തും അല്ലെങ്കിൽ പാമ്പുകളെ കൊന്നൊടുക്കും എന്ന് വിവരമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും അവിടെ മംഗൂസിനെ, അതായത് നമ്മുടെ പാമ്പിനെ കൊന്ന മംഗൂസിനെ ഇണക്കി വളർത്താൻ ടൈം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ദെൻ ഹി ഡസൻ ലൈക്ക് ദ ഇന്ത്യൻ മാരിഗോൾഡ് പ്ലാന്റ്സ് വിച്ച് ഹാസ് ബീൻ നോറിഷ്ഡ് ബൈ ദ ഗ്രാൻഡ് മദർ. അപ്പോൾ മുത്തശ്ശി, അതായത് ഈ മുത്തശ്ശൻ്റെ പെണ്ണുങ്ങൾ ഒരു ഇന്ത്യൻ മാരിഗോൾഡ് പ്ലാന്റുകൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ആ മാരിഗോൾഡ് പ്ലാന്റ് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഗാർഡനിലേക്ക് വളരുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ദെൻ ഈസ് ഓൾസോ പെറ്റ് ലവർ, അദ്ദേഹം ഒരു പെറ്റ് ലവർ ആണ്. അതേപോലെ തന്നെ ഹി ബൈസ് എ വൈറ്റ് റാറ്റ് ഫ്രം ദ ബസാർ ടു മേക്ക് എസ് എ പെറ്റ്. ഒരു പെറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അയാൾ ബസാറിൽ നിന്ന് ഒരു വൈറ്റ് റാറ്റിനൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഒരു വെള്ള എലിയൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ മച്ചാന്റെ ക്യാരക്ടർ സ്കെച്ചിലേക്കുള്ള കുറച്ച് പോയിന്റുകളായി. ഇത്ര എഴുതിയാൽ മതി, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ഹോമിയോപ്പതാണ്. സ്നേക്ക് എന്ന മിററിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇതൊക്കെ പാരഗ്രാഫ് എഴുതിയ ശേഷം ഹി ഈസ് എ യങ് അൺമാരീഡ് ഡോക്ടർ ഹു ഹാസ് റീസെന്റ് സെറ്റ് അപ്പ് ഹിസ് മെഡിക്കൽ പ്രാക്ടീസ്. അടുത്തിടെ ആയിട്ട് മെഡിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു യങ് ഡോക്ടറാണ് നമ്മുടെ ഈ ഒരു ഹോമിയോപ്പതി. അദ്ദേഹം അൺമാരീഡ് ആണ്, കല്യാണം കഴിച്ചിട്ടില്ല. ദെൻ ഹി ഈസ് വെരി പുവർ, വളരെ ദരിദ്രനാണ്. ഹിസ് ഏർണിംഗ്സ് ആർ മീഗർ, വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഹി ഹാസ് ഓൺലി സം ക്ലോത്ത്സ് ആൻഡ് 60 rupees ഇൻ ഹിസ് സൂട്ട് കേസ്. അയാളുടെ പെട്ടിക്കകത്താണെങ്കിൽ ആകെ 60 രൂപയുള്ള കുറച്ച് ഡ്രസ്സുകളും. ദെൻ ദർ ഈസ് ഓൺലി ലിമിറ്റഡ് ഫർണിച്ചർ ഇൻ ഹിസ് റൂം. അയാളുടെ റൂമിലാണെങ്കിൽ വളരെ കുറച്ച് ഫർണിച്ചർ ഉള്ളൂ. അവിടെ മേശ, കസേര അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ദെൻ ഹി ലിവ്സ് ഇൻ റെന്റഡ് റൂം വിച്ച് ഈസ് നോട്ട് ഇലക്ട്രിഫൈഡ്. വൈദ്യുതീകരിക്കാത്ത ഒരു റെന്റഡ് റൂമിൽ, ഒരു വാടക വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. ഹി ഹാസ് എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശക്കാരനാണ് അദ്ദേഹം. ദെൻ ഹി ഈസ് വെരി ബ്യൂട്ടി കോൺഷ്യസ്, ഭയങ്കര സൗന്ദര്യാരാധകനാണ്, സൗന്ദര്യബോധമുള്ള ആളാണ്. ഹി തിങ്സ് ഹിംസെൽഫ് ദാറ്റ് ഹി ഈസ് സോ ഹാൻസം, താൻ വളരെ സുന്ദരനാണെന്നാണ് അയാൾ എപ്പോഴും കരുതുന്നത്. ദെൻ ഹി വാണ്ട്സ് ടു ബി മോർ ഹാൻസം ഈവൻ ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വരെ അയാൾക്ക് എങ്ങനെയെങ്കിലും ഞാൻ സുന്ദരനായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് രാത്രി നട്ടപ്പായരൊക്കെ ചേർപ്പെടുത്ത് വാരുന്നത്. ഹി വാണ്ട്സ് ടു മാരി എ വുമൺ ഡോക്ടർ വിത്ത് പ്ലെന്റി ഓഫ് മെഡിക്കൽ പ്രാക്ടീസ്. ഒരുപാട് മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള സമ്പന്നയായിട്ടുള്ള ഒരു വനിതാ ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഹി വിഷസ് ദാറ്റ് ഷീ വിൽ ബി ഫാറ്റ് ബിക്കോസ് ഇഫ് ഹി മേക്സ് എനി മിസ്റ്റേക്ക് ഷീ കാൺ റൺ ആഫ്റ്റർ ഹിം. അപ്പോൾ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഡോക്ടറായിട്ടുള്ള ഈ പെണ്ണ് ഒരു തടിച്ചിയായിരിക്കണം, ഫാറ്റ് ആയിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അത് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതിലൂടെയാണ് അദ്ദേഹം ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ആണെന്ന് പറയുന്നത് കേട്ടോ. സോ അതെന്തുകൊണ്ടാണ് അദ്ദേഹം എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പുറകെ പെണ്ണിന് ഓടി വരാൻ കഴിയരുത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പറയാൻ. ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട്, അതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്കിനുള്ളതായി. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നാലാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മിസ്റ്റർ തോററ്റ്, അതായത് പ്രൊജക്ട് ടൈഗറിലെ റിംഗ് മാസ്റ്റർ, പ്രധാന കഥാപാത്രമാണ് മിസ്റ്റർ തോററ്റ് അല്ലേ. തോററ്റ് ഹി ഈസ് ദ റിംഗ് മാസ്റ്റർ ഓഫ് ദ ഭാരത് സർക്കസ്. ഭാരത് സർക്കസിലെ റിംഗ് മാസ്റ്റർ ആണ്, മൃഗങ്ങളൊക്കെ പരിപാലിക്കുന്ന ആളാണ്. ദെൻ ഹി ലുക്സ് ലൈക്ക് എ നേപ്പാളി, കാണാൻ ഒരു നേപ്പാളി ലുക്ക് ആണെങ്കിലും ദോ ഹി ഈസ് എ സൗത്ത് ഇന്ത്യൻ. അയാൾ ആരാണെന്ന് പറഞ്ഞത് ഒരു സൗത്ത് ഇന്ത്യൻ ആണ്. ദെൻ ഹി ഈസ് അറൗണ്ട് 40 years old, ഏകദേശം 40 വയസ്സിനടുത്ത് പ്രായമാണുള്ളത്. വെൽ ബിൽറ്റ്, നല്ല ആരോഗ്യമുള്ള, നല്ല ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉള്ള ആളാണ്. യങ് മാൻ ആണ് വിത്ത് ഗ്രേറ്റ് കറേജ് ആൻഡ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. ഇയാളും നല്ല ഹോമിയോപ്പതിനോട് പറഞ്ഞ മാതിരി നല്ല കോമഡിയാണ്. അതേപോലെ തന്നെ നല്ല കരുത്തുള്ള, നല്ല നല്ല ആരോഗ്യമുള്ള, നല്ല കറേജ് ഉള്ള ആളാണ്. കാരണം കടുവയുമായിട്ടൊക്കെ കൂട്ടുകൂടുന്ന ആളല്ലേ. ദെൻ ഹി ഈസ് സോ ഓണസ്റ്റ്, അദ്ദേഹം വളരെ സത്യസന്ധനാണ്. ആൻഡ് ഡെഡിക്കേറ്റഡ് പേഴ്സൺ, വളരെ ഡെഡിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് 2 കടുവകളൊക്കെ ആയിട്ട് വന്നത് അല്ലേ. ദെൻ ഹി ഈസ് ഓൾവേസ് റെഡി ടു ഫേസ് എനി റിസ്കി ടാസ്ക് ഇൻ ലൈഫ്. ജീവിതത്തിൽ എന്ത് റിസ്കി ടാസ്ക് ഏറ്റെടുക്കാൻ ധൈര്യമുള്ള ആളാണ് അയാൾ, അല്ലെങ്കിൽ അതിന് റെഡി ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം സർക്കസിനകത്ത് റിംഗ് മാസ്റ്റർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതുപോലെയുള്ള പുറത്ത് ഷൂട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയാൽ അപ്പോൾ കടുവയെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നിട്ടും ആ കടുവയെ ഉപയോഗിച്ചിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാനൊക്കെ അയാൾ തയ്യാറാവുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വരിക്കേണ്ട, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി അടുത്തത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എവർ മേഡിലെ മിസ്റ്റർ ജോൺ ആണ്. ജോണിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, അതായത് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ച ഒരു യുവാവാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ യുവാക്കളൊക്കെ സംരക്ഷിക്കുന്ന ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുകയാണല്ലോ. സോ ജോൺ ഈസ് എ യങ് മാൻ അറൗണ്ട് 40 years old, ഏകദേശം 40 വയസ്സിനോടത്ത് പ്രായം തോന്നിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹി ഈസ് ഷോർട്ട് ആൻഡ് ഫെയർ കോംപ്ലക്ഷൻ, നല്ല കാണാൻ ഭംഗിയുള്ള, പൊക്കം കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്, നല്ല നീല കണ്ണൊക്കെ ഉള്ള മനുഷ്യനാണ്. ഹി ഈസ് ബോൾഡ് ആൻഡ് തിൻ ഹെയർ ബിഗാൻ ടു റെസീഡ് ഫ്രം ഹിസ് ഫോർഹെഡ്. നെറ്റിയിൽ നിന്ന് മുടിയൊക്കെ മേലെ ഇങ്ങനെ കൊഞ്ഞു പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം ബാൾഡ്, കഷണ്ടിയായി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്. ഹി ഈസ് ഡാർക്ക് സ്യൂട്ട്, സോബർ ടൈ ആൻഡ് റിംലെസ് സ്പെക്ടാക്കിൾസ്. അയാൾ ധരിച്ചിരിക്കുന്ന ഒരു ഇരുണ്ട നിറത്തോട് കൂടിയിട്ടുള്ള സ്യൂട്ടിങ്സ്, അതേപോലെ തന്നെ അയാളുടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടൈ, അതേപോലെ തന്നെ അയാളുടെ റിം ഇല്ലാത്ത സ്പെക്ടാക്കിൾസ്, കണ്ണട, ഇതെല്ലാം കൂടി കാണുമ്പോൾ അയാൾ എന്താ സീരിയസ് പേഴ്സൺ, ഒരു ഗൗരവ പ്രകൃതമുള്ള ആളെന്ന് തോന്നിപ്പോവും. ദെൻ ഹി ഈസ് ഓൾസോ ജെന്യൂൻ ആൻഡ് എ ഫിലാന്ത്രോപ്പിസ്റ്റ്, വളരെ ജെന്യൂൻ ആയ ഒരു ക്യാരക്ടറാണ്, ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന മനുഷ്യസ്നേഹി. നിങ്ങളുടെ വാക്കുകൾ കോർത്തു വെക്കട്ടോ. ഇത് നിങ്ങൾ ഇതേപോലെ പഠിക്കണം എന്നില്ല, ഈ സാധനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി മക്കളെ, വലിയ റിസ്ക് ഒന്നും ഇല്ല, എന്ത് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. ദെൻ ദോ ഹി ഈസ് ലോയർ ബൈ പ്രൊഫഷൻ, ഒരു ജോലി കൊണ്ട് അയാൾ ഒരു ലോയർ, ഒരു അഡ്വക്കേറ്റ് ആണെങ്കിലും ഹി ഓൾസോ റൺസ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് ദ ഡെറലിക്സ് യൂത്ത്. അതായത് ഈ ഡെറലിക്സ്, വഴിവെച്ച് പോകുന്ന യുവാക്കളെ സംരക്ഷിക്കുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനും കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ജോണിനെ കുറിച്ച് ബേസിക് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മാർത്ത, സ്കോളർഷിപ്പ് ജാക്കറ്റിലെ മാർത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഈസ് 14 years old, 14 വയസ്സ് പ്രായമുള്ള ആളാണ്. സ്റ്റഡിങ് ഇൻ 8th
8th grade, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഷീ ഈസ് ഗുഡ് അറ്റ് സ്റ്റഡീസ്, പഠിക്കാൻ മിടുക്കിയാണ്. ആൻഡ് റെഡി ടു വർക്ക് ഹാർഡ് ഫോർ സക്സസ്, വിജയിക്കാൻ വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണ്. ദോ ഷീ ഈസ് വെരി സെൻസിറ്റീവ്, ആൾ ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിലും ഷീ ഈസ് ഓൾസോ വെരി ബോൾഡ്, ഭയങ്കര ധൈര്യശാലിയാണ്. അതുകൊണ്ടല്ല പ്രിൻസിപ്പാളുടെ മുഖത്തൊക്കെയൊക്കെ ചോദിച്ചത് അല്ലേ. ദെൻ ആൻഡ് ഡെഡിക്കേറ്റഡ്, വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് അവൾ ചെയ്യുന്നുണ്ടല്ലോ. ദെൻ ഷീ ഈസ് ദ ക്ലാസ് വാലിഡിറ്റേറിയൻ, അതേപോലെ തന്നെ അവളൊരു ക്ലാസ്സിൽ ഉയർന്ന സ്കോർ നേടിയ ആളാണ്. ഹു മെയിൻറ്റെയിൻസ് എ ഗ്രേഡ്സ് ഇൻ ഓൾ എക്സാംസ്, എല്ലാ പരീക്ഷയിലും A+ ഗ്രേഡ് ആണ്. ദെൻ ഷീ ഈസ് വെരി കീൻ ടു വിൻ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവളാണ്. ഷീ ബിലോങ്സ് ടു മിഡിൽ ക്ലാസ് ഫാമിലി, അവളൊരു ഇടത്തരം മധ്യവർഗ ഫാമിലിയിലാണ് വരുന്നത്. ഹെർ ഫാദർ ഈസ് എ ഫാം ലേബർ, അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു കർഷക തൊഴിലാളിയാണ്. സോ ഷീ കുഡിൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എനി സ്പോർട്സ് മീറ്റ് ദോ ഷീ ഈസ് ബ്ലെസ്ഡ് വിത്ത് അത്ലറ്റിക് ഫിസിക്. അപ്പം അത്ലറ്റിക് ഫിസിക്സ് എന്ന് പറഞ്ഞ ഫിസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നല്ല കലാകായിക കരുത്തുള്ള അല്ലെങ്കിൽ നല്ല അത്ലറ്റിക് ഷേപ്പുള്ള ഒരു ബോഡിയുള്ള ഒരു പെൺകുട്ടി ആയിരുന്നിട്ട് പോലും അവൾക്ക്, അല്ലെങ്കിൽ ഓടാനും ചാടാനൊക്കെ നല്ല കഴിവുള്ള ഒരു കുട്ടിയായിരുന്നിട്ട് പോലും സ്കൂളിലെ ഒരു സ്പോർട്സ് മീറ്റിലും പങ്കെടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല, അവളുടെ ദാരിദ്ര്യം കാരണം. ദെൻ ഷീ ഈസ് ഓണസ്റ്റ് ആൻഡ് ഇന്നസെന്റ് ഓൾസോ, അവൾ വളരെ സത്യസന്ധയാണ്, നിഷ്കളങ്കയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ അവളുടെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ ആണ്, വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലേ. അപ്പോൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് തന്നെ മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ ആണ്. കുറേ ഗ്രാൻഡ് ഫാദർമാരുണ്ട്, മാറിപ്പോകരുത് കേട്ടോ. സോ ഹി ഈസ് ആൻ ഓൾഡ് മാൻ വിത്ത് ലോട്ട്സ് ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്, ഒരുപാട് അനുഭവങ്ങളും അറിവുകളും ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ. ഹി ഈസ് റിച്ച് ഫാമർ ഓൺ 2 acres ഓഫ് റാഞ്ച്, 2 ഏക്കറോളം തോട്ടമുള്ള ഒരു വലിയൊരു റിച്ച് ആയിട്ടുള്ള സമ്പന്നനായ ഒരു ഫാമറാണ് അദ്ദേഹം. ഹി ഈസ് റിസർവ്ഡ് പേഴ്സൺ ഹു ഡസൻറ്റ് ലൈക്ക് ടു സ്പീക്ക് മച്ച്, ഒരുപാടൊന്നും സംസാരിക്കാത്ത ഒരു റിസർവ്ഡ് പേഴ്സൺ ആണ് അദ്ദേഹം. ദെൻ ഹി ഈസ് എ വെരി ഡെഡിക്കേറ്റഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റി ഹു ഓൾവേസ് സ്പെൻഡ്സ് ഹിസ് ടൈം ഇൻ ദ ഫീൽഡ്, എപ്പോഴും തന്റെ വയലിൽ പണിയെടുക്കുന്ന വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ദെൻ ഹി ഈസ് എ സെൻസിബിൾ പേഴ്സൺ ഹു റിയലൈസസ് ദാറ്റ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഡസൻറ്റ് റിക്വയർ മണി. അപ്പോൾ അദ്ദേഹം വളരെ വിവേകമുള്ള ഒരു വ്യക്തിയാണ്, കാരണം അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് സ്കോളർഷിപ്പ് ജാക്കറ്റ് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒന്നല്ല എന്നുള്ളത് അല്ലേ. ദെൻ ഹിസ് വേർഡ്സ് ഈവൻ ചേഞ്ചസ് ദ പ്രിൻസിപ്പൾസ് ടു, അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്ലെ, അദ്ദേഹം പറയുന്നുണ്ടല്ലോ മാർത്തയോട്, എന്താ മാർത്ത, ഇഫ് യു പെയ്ഡ് ഫോർ ദ ജാക്കറ്റിന് വേണ്ടി നീ പണം കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലേ, അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയി മാറില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അത് ആ ഒരു അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രിൻസിപ്പാളിനെ പോലും ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇതിനടുത്ത് ഓണ്ട് ജെയിൻ, അവർ നെസ്റ്റിലെ ഓണ്ട് ജെയിൻ ഷീസ് എ മിഡിൽ ഏജ്ഡ്, ഒരു മധ്യവയസ്കയായ സ്ത്രീയാണ്. സെൻസിബിൾ വുമൺ, വളരെ വിവേകമുള്ള സ്ത്രീയാണ്. ദെൻ ഹു ലവ്സ് ഹർ നെഫ്യൂ ജാക്ക് ആൻഡ് ഹെർ വൈഫ് ഹിസ് വൈഫ് കേട്ടോ, ഹെർ വൈഫ് അല്ല ഹിസ് വൈഫ് ജില്ല്. അപ്പോൾ ജാക്കിനെയും ജില്ലിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ദെൻ ഷീ ഈസ് എ ഫിലാന്ത്രോപ്പിസ്റ്റ്, അവളും ഒരു മനുഷ്യ സ്നേഹിയാണ്. ഷീ ഈസ് എ വെരി കോഷ്യസ് അബൌട്ട് ദ ലൈഫ് ദാറ്റ് ജാക്ക് ആൻഡ് ജിൽ ലീഡ്, ജാക്കും ജില്ലും നയിക്കുന്ന ജീവിതത്തിന്റെ കാര്യത്തിൽ ഇവൾക്ക് ഭയങ്കര കോഷ്യസ്, ഭയങ്കര ജാഗ്രതയുണ്ട്, അല്ലെങ്കിൽ ആ ടെൻഷൻ ഉണ്ട്. ഷീ ഹേറ്റ്സ് ദ ഹാബിറ്റ് ഓഫ് പർച്ചേസിംഗ് ഗുഡ്സ് ത്രൂ ഇൻസ്റ്റാൾമെന്റിലൂടെ സാധനങ്ങൾ വാങ്ങുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ദെൻ അക്കോർഡിംഗ് ടു ഹർ, അവളുടെ അഭിപ്രായത്തിൽ ഇൻസ്റ്റാൾമെന്റ്സ് ലീഡ്സ് somebody into debt, ഈ ഇൻസ്റ്റാൾമെന്റിന് സാധനങ്ങൾ എടുക്കുന്നത് സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ തവണ വ്യവസ്ഥ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരാളെ കടത്തിലേക്ക് നയിക്കുമെന്നാണ് അവളുടെ ഭാഷ്യം. ഓക്കെ, ദെൻ അടുത്ത വാങ്കയാണ്. വാങ്കയുടെ കാര്യത്തിൽ വാങ്ക ഈസ് എ 9-year-old, ഏകദേശം 9 വയസ്സുള്ള ഒരു ഓർഫൻ, ഒരു അനാഥ കുട്ടിയാണ്. ഹു ഈസ് അപ്രന്റീസ്ഡ് ടു അല്യാക്കിൻ, അല്യാക്കിന്റെ കീഴിലാണ് അവൻ ജോലി ചെയ്യുന്നത്. ഷൂ മേക്കറാണ് അല്യാക്കിൻ. ദെൻ ഹി ഹാസ് ഓൺലി എ ഗ്രാൻഡ് ഫാദർ, അവൻ ആകെ ഒരു ഗ്രാൻഡ് ഫാദർ മാത്രമേ ഉള്ളൂ. ഹി ഈസ് വെരി ഇന്നസെന്റ് ആൻഡ് ഇല്ലിറ്ററേറ്റ്, അവൻ വളരെ നിഷ്കളങ്കനാണ്, അതേപോലെ തന്നെ എന്താ ഇല്ലിറ്ററേറ്റ്, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്. ദെൻ ഹി ഈസ് എ വിക്ടിം ഓഫ് ചൈൽഡ് ലേബർ, ഒരു ബാലവേലക്കിരയായ ഒരു വ്യക്തിയാണ്. ദെൻ ഹി ഫേസസ് മെനി ടോർച്ചേഴ്സ് ഫ്രം ഹിസ് മാസ്റ്റർ അല്യാക്കിൻ ആൻഡ് ദ മിസ്ട്രസ്, അപ്പം അവന്റെ യജമാനിൽ നിന്നും യജമാനത്തിൽ നിന്നും ഒരുപാട് ടോർച്ചർ അവൻ സഹിക്കുന്നു. ദെൻ he wants to escape from there and writes a letter to his grandfather, അപ്പോൾ അവൻ അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി മുത്തശ്ശന് ഒരു കത്ത് എഴുതുകയാണ്. he is denied all the rights, അപ്പോൾ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ഫ്രീഡം സ്വാതന്ത്ര്യമൊക്കെ അവൻ നിഷേധിക്കപ്പെടുന്നുണ്ട്. in the shoemaker's home, ആ ഷൂമേക്കറുടെ വീട്ടിൽ വെച്ച്. then everybody beats and laughs at him, എല്ലാവരും അവനെ കളിയാക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. he leads a life more miserable than a dog's, ഒരു നായേക്കാൾ വളരെ മോശമായ ഒരു ജീവിതമാണ് അവന് കിട്ടുന്നത്. അപ്പോൾ ഇതുകൂടാതെ നിങ്ങൾക്ക് അവൻ്റെ അമ്മയെക്കുറിച്ചും പലേജിയ ഇവരുടെ കുറിച്ചൊക്കെ എഴുതാം, പക്ഷേ അത്രയൊന്നും ഡീറ്റെയിൽ ആക്കേണ്ട, ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യത്തിലുള്ള മാർക്കിനുള്ള സാധനമായി കേട്ടോ. നമ്മുടെ വാങ്കയുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റാന്റിൻ മക്കാരിച്ച് ആണ്. അപ്പോൾ ഹി ഈസ് ആൻ ഓൾഡ് മാൻ അറൌണ്ട് 65 years old, ഏകദേശം 65 വയസ്സോളം പ്രായമുള്ള ഒരു ഓൾഡ് മാൻ ആണ്. ഹി ഈസ് നൈറ്റ് വാച്ച് മാൻ ഓൺ ദ എസ്റ്റേറ്റ് ഓഫ് സിവാറേവ് എന്ന് പേരുള്ള ഒരാളുടെ, ഒരു ജെന്റിൽമാന്റെ എസ്റ്റേറ്റിലെ ഒരു നൈറ്റ് വാച്ച് മാൻ ആണ് ഇദ്ദേഹം. ഹി ഈസ് സ്മോൾ ലീൻ ആൻഡ് റിമാർക്കബിളി അജൈൽ, ഒരു പൊക്കം കുറഞ്ഞിട്ടുള്ള മെലിഞ്ഞിട്ടുള്ള നല്ല എപ്പോഴും നല്ല ഊർജ്ജസ്വലനായിട്ടുള്ള സ്മൈലിംഗ് ഫേസോട് കൂടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദെൻ ഹി ഹാസ് എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, മൂപ്പര് ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള കൊമേഡിയൻ ആണ്. ദെൻ ഹി ഓൾവേസ് ഫൈൻഡ്സ് ഹാപ്പിനെസ് ബൈ ജോക്കിംഗ് വിത്ത് മെയ്ഡ്സ് ആൻഡ് കുക്സ്, അപ്പോൾ അടുക്കളയിലുള്ള പാചകക്കാരികളുമായിട്ടും വേലക്കാരികളുമായിട്ടൊക്കെ ജോക്ക് പറഞ്ഞിട്ടാണ് ഇയാൾ സന്തോഷം കണ്ടെത്താറുള്ളത്. ഇൻ ദ ഡേ ടൈം ഹി ഈദർ സ്ലീപ്സ് ഇൻ ദ ബാക്ക് കിച്ചൺ ഓർ ക്രാക്കിംഗ് ജോക്സ് വിത്ത് അതേഴ്സ്, പകൽ സമയത്ത് അയാൾ ഒന്നുകിൽ അടുക്കളന്റെ ബാക്കിൽ അയാൾ കിടന്നുറങ്ങും, അതല്ലെങ്കിൽ ഈ അടുക്കളയിലുള്ള ആളുകളുമായിട്ട് അയാൾ ജോക്ക് പറഞ്ഞു ഉത്തിരിക്കും, തമാശ പറഞ്ഞു ഉത്തിരിക്കും. ഇൻ ദ നൈറ്റ് ഹി ഗോസ് ഔട്ട് ഫോർ ദ വാച്ച്മാൻ ഡ്യൂട്ടി വിത്ത് ഫുൾ ഡെഡിക്കേഷൻ, രാത്രി ആയി കഴിഞ്ഞാൽ തന്റെ വാച്ച്മാൻ ഡ്യൂട്ടിയുമായിട്ട് അയാൾ ഫുൾ ഡെഡിക്കേഷനോട് കൂടിയിട്ട് തന്റെ വാച്ച്മാൻ ഡ്യൂട്ടി ചെയ്യും. ദെൻ ഹി ഹാസ് 2 dogs named കഷ്ടാങ്ക ആൻഡ് ഈൽ, കഷ്ടാങ്ക എന്നും മീൽ എന്നും പേരുള്ള 2 നായകൾ അദ്ദേഹത്തിനുണ്ട്. ദെൻ ഹി ഹാസ് എ ഹാബിറ്റ് ഓഫ് സ്നിഫിംഗ്, അദ്ദേഹത്തിന്
അദ്ദേഹത്തിന് ഈ സ്നഫ് ചെയ്യുന്ന മൂക്കുപൊടി വലിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്, പതിവുണ്ട്. ആൻഡ് വിൽ ഓഫർ ദ സ്നഫ് ടു ദ മെയ്ഡ്സ് ആൻഡ് ഈവൻ ടു ദ ഡോഗ്സ്. അപ്പോൾ അദ്ദേഹം ഈ സ്നഫ് സ്വയം വലിക്കുക മാത്രമല്ല ഈ ഒരു വേലക്കാരികൾക്കും അതേപോലെ നായ്ക്കൾക്ക് വരെ, സൈക്കോണല്ല ആള്, അപ്പോൾ എന്തായാലും അവർക്ക് വരെ ഈ സ്നഫ് കൊടുക്കാറുണ്ട്. ദെൻ ഹി എൻജോയ്സ് വാച്ചിങ് ദം സ്നീസ്. എന്നിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ തുമ്മുന്നത് കണ്ടിട്ട് ഇയാൾ ഇങ്ങനെ എൻജോയ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമ്മുടെ കോൺസ്റ്റാന്റിൻ മക്കാറിച്ചിന്റെ ക്യാരക്ടർ സ്കെച്ചിൽ. ഇനി അടുത്ത കിരൺ ആണ്. കാസ്റ്റവേയിൽ ഇപ്പോൾ നമ്മൾ നീലകണ്ഠന്റെ ക്യാരക്ടർ സ്കെച്ച് ഓൾറെഡി ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ഇനി കിരണിന്റെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഷീ ഈസ് ദ വൈഫ് ഓഫ് ശരത്, ശരത്തിന്റെ ഭാര്യയാണ്. ദെൻ ഷീ ഹാസ് ജസ്റ്റ് റിക്കവേർഡ് ഫ്രം എ സീരിയസ് ഇൽനെസ്, എന്തോ ഒരു വലിയൊരു രോഗത്തിൽ നിന്ന് മുക്തിയായിട്ടുള്ളവള്. ഷീ ഈസ് വെരി സെൻസിറ്റീവ് ആൻഡ് ചൈൽഡിഷ് ക്യാരക്ടർ, വളരെ കുട്ടിത്തമുള്ള വളരെ വിവേകമുള്ള ഒരു ക്യാരക്ടറാണ് അവളുടേത്. ദെൻ ഷീ ഗെറ്റ്സ് ബോർഡ് ബിക്കോസ് ഡൂയിങ് നത്തിങ്, ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്. ഷീ വിഷസ് ടു ഗോ ബാക്ക് ടു ഹർ നാറ്റീവ് വില്ലേജ്, അതുകൊണ്ട് തന്നെ അവൾ അവളുടെ നാറ്റീവ് വില്ലേജ്, അവളുടെ സ്വദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഷീ ഓൾസോ മേക്സ് എ വെർബൽ ബാറ്റിൽ വിത്ത് ഹർ ഹസ്ബൻഡ് അബൌട്ട് ദിസ്, ഇതിനെക്കുറിച്ച് അവളുടെ ഭർത്താവായ ശരത്തിനോട് അവൾ ഒരു വാക്തർക്കത്തിലും ഏർപ്പെടുന്നുണ്ട്. ഷീ ഈസ് എ ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ വിത്ത് എ ഗ്രേറ്റ് സെൻസ് ഓഫ് ഹോസ്പിറ്റാലിറ്റി, ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ആതിഥേയത്വം അല്ലേ. അപ്പം ഒരു പക്ക ഒരു ഇന്ത്യൻ വുമൺ സ്ത്രീ ആയിട്ടാണ് ഇവളെ ചിത്രീകരിക്കപ്പെടുന്നത്, ഒരു നല്ല ഹോസ്പിറ്റാലിറ്റി ആതിഥ്യ മര്യാദയോട് കൂടിയിട്ടുള്ള സ്ത്രീ ആയിട്ടാണ്. ഷീ ഫോർഗെറ്റ്സ് ഓൾ ഹർ പ്രോബ്ലംസ് ആൻഡ് കെയർസ് നീലകണ്ഠ ആസ് എ ബ്രദർ, അപ്പോൾ നീലകണ്ഠനെ കണ്ടതോട് കൂടിയിട്ട് അവനൊരു സഹോദരനായി കാണുകയും ഒരു പക്ക എന്ത് ചെയ്തു, അവരുടെ എല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് ഒരു പക്ക ഇന്ത്യൻ വുമൺ ആയിട്ട് അവൾ മാറുകയാണ്. ദെൻ ദോ ഷീ ഈസ് എ ഹോം മേക്കർ, അവൾ ആളൊരു ഹൗസ് വൈഫ് ആണെങ്കിലും അല്ലെ ഹോം മേക്കർ ആണെങ്കിലും ഷീ ഓൾവേസ് ബിഹേവ്സ് ലൈക്ക് എ ചൈൽഡ്, ഒരു കുട്ടിയെ പോലെയാണ് അവളിപ്പം ബിഹേവ് ചെയ്യുന്നത് അല്ലേ. നീലകണ്ഠൻ്റെ കൂടെയും എന്നെ സതീഷിനെ കൂടെയൊക്കെ കളിക്കുന്നൊക്കെ നമുക്കറിയാമല്ലോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മതി കിരണ്ട കാര്യത്തിൽ. അപ്പോൾ ഇത്രയും എഴുതിയിട്ട് നമ്മുടെ ആ ഒരു ഉടായ്പ പരിപാടിയും കൂടി ചെയ്താൽ മക്കളെ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പെട്ടെന്ന് പഠിക്കുക. ഇനി കൂടുതൽ സമയമില്ലാത്തതുകൊണ്ടാണ് പരമാവധി ഷോർട്ടാക്കിയത്, അല്ലാതെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടുകൾ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.